നമസ്കാരം, ഏവർക്കും അക്ഷയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ക്ഷേമ പെൻഷനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് വന്നിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചോ? ചിലർ 3000 രൂപയാക്കുമെന്ന പ്രചരണങ്ങൾ കണ്ടു. ചിലർ 2500 രൂപ ആക്കുമെന്നാണ് കേട്ടത്. എന്നാൽ ഔദ്യോഗികമായി എന്താണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇപ്പോഴത്തെ യഥാർത്ഥ സ്ഥിതി എന്താണ്? ഗുണഭോക്താക്കൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എല്ലാം വിശദമായി നോക്കാം. കേരളത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി നിരവധി വിഭാഗങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷിക്കാരുടെ പെൻഷൻ, അവിവാഹിതരായ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങി വിവിധ പദ്ധതികളിലായി ലക്ഷക്കണക്കിന് ആളുകൾ ഈ സഹായം സ്വീകരിക്കുന്നു. പല കുടുംബങ്ങൾക്കും ഈ തുക വലിയ ആശ്വാസമാണ്. മരുന്ന് വാങ്ങാനും വീട്ടു ചെലവുകൾ നടത്താനും ഇതാണ് പ്രധാന വരുമാനം എന്ന നിലയിൽ പലരും ആശ്രയിക്കുന്നു. ജീവിത ചെലവ് വർദ്ധിച്ചതിനാൽ ക്ഷേമ പെൻഷൻ തുക ഉയർത്തുമെന്ന പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതായി വ്യക്തമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിലവിലുള്ള പെൻഷൻ തുകയാണ് തുടരുന്നത്. എന്നാൽ പലരും ഇപ്പോഴും ഉന്നയിക്കുന്നത് പെൻഷൻ 3000 രൂപയാക്കണമെന്നതാണ്. എന്തുകൊണ്ടെന്നാൽ സാധനങ്ങളുടെ വില ഉയരുന്നു, മരുന്നുകളുടെ വില കൂടുന്നു, വൈദ്യുതി, വെള്ളം, ചികിത്സാ ചെലവ് എന്നിവയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ പെൻഷൻ തുകയും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ക്ഷേമ പദ്ധതികൾ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ ബജറ്റിൽ വലിയ പ്രഖ്യാപനമുണ്ടെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നത്. എന്നാൽ അതും പാളിപ്പോയി. ബജറ്റ് അവതരണത്തിൽ കൂടി പോലും പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന കാര്യം പറഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞ ശേഷം വി.ഡി. സതീശൻ പല സാമൂഹ്യ മാധ്യമങ്ങളോട് 3000 രൂപ വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നു എന്ന കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ പലപ്പോഴും സാമ്പത്തിക പരിമിതികൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. വരുമാനക്കുറവ്, കടബാധ്യത, വിവിധ ക്ഷേമ പദ്ധതികൾക്കുള്ള ചെലവ് എന്നിവയെല്ലാം വലിയ വെല്ലുവിളികളാണെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷം പറയുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാർ മുൻഗണന നൽകണമെന്നാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ തുടരുകയാണ്. പല ഗുണഭോക്താക്കളും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പെൻഷൻ ചിലർക്ക് എന്തുകൊണ്ടാണ് വൈകുന്നത്? ഇതിന് പല കാരണങ്ങളും ഉണ്ടാകാം. ചിലപ്പോൾ സാമ്പത്തിക നിയന്ത്രണങ്ങൾ, ചിലപ്പോൾ ട്രഷറി നടപടിക്രമങ്ങൾ, ചിലപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ, ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ദിവസം തുക ലഭിക്കണമെന്നില്ലെന്നാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ പറഞ്ഞത്. ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും നിരവധി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇന്നു മുതൽ 3000 രൂപ എല്ലാവർക്കും, ഇരട്ട പെൻഷൻ, പുതിയ ഉത്തരവ് ഇറങ്ങി. ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ആദ്യം ഔദ്യോഗിക അറിയിപ്പാണോ എന്ന് പരിശോധിക്കുക. സർക്കാർ ഉത്തരവോ ബന്ധപ്പെട്ട വകുപ്പിന്റെ ഔദ്യോഗിക അറിയിപ്പോ ഇല്ലെങ്കിൽ അത്തരം വാർത്തകൾ വിശ്വസിക്കരുത്. പെൻഷൻ ലഭിക്കുന്നവർ ബാങ്ക് അക്കൗണ്ട് സജീവമായി നിലനിർത്തണം. ആധാർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആവശ്യമായ രേഖകൾ എന്നിവ കൃത്യമാണെന്ന് ഉറപ്പാക്കണം. പ്രാദേശിക സ്ഥാപനങ്ങളിൽ നിന്ന് ആവശ്യമായ അറിയിപ്പുകൾ വന്നാൽ സമയത്ത് പാലിക്കണം. ഭാവിയിൽ വർധനവ് സാധ്യതയുണ്ട് എന്ന് ചോദിച്ചാൽ ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഭാവിയിൽ സർക്കാർ പെൻഷൻ വർദ്ധിപ്പിക്കുമോ? അതിന് ഇപ്പോൾ വ്യക്തമായ മറുപടി നൽകാനാകില്ല. സർക്കാർ പിന്നീട് പ്രത്യേക പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ മാത്രമേ വർധനവ് പ്രാബല്യത്തിൽ വരൂ. ഇപ്പോൾ അത്തരം ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. ജൂൺ മാസത്തെ പെൻഷനും 2000 രൂപയാണ് എല്ലാവർക്കും വിതരണം ചെയ്തത്. എന്നാൽ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ജൂൺ മാസത്തോടുകൂടി 3000 രൂപ പെൻഷൻ വർധനവ് ഉണ്ടാകുമെന്നതാണ്. കാരണം ഇലക്ഷൻ സമയത്ത് എല്ലാ വിവിധ പാർട്ടിക്കാരും വി.ഡി. സതീശൻ ഉൾപ്പെടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ 3000 രൂപയാക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇതാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകിയിരുന്ന ഒരു കാര്യം. എന്നാൽ ജൂൺ മാസത്തെ പെൻഷൻ 3000 രൂപ ആക്കിയില്ല, 2000 രൂപ തന്നെയായിരുന്നു തുടർന്നത്. എന്നാൽ ജൂലൈ മാസത്തേക്ക് 3000 രൂപ ആക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കാരണം വി.ഡി. സതീശൻ 3000 രൂപയാക്കണമെന്ന കാര്യത്തിൽ മുൻകൂർ എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന് നിരവധി ഗുണഭോക്താക്കളുടെ ആവശ്യം. ഇന്നത്തെ വിലക്കയറ്റ സാഹചര്യത്തിൽ നിലവിലെ തുക കൊണ്ട് ജീവിത ചെലവുകൾ നിറവേറ്റാൻ ബുദ്ധിമുട്ടെന്നാണ് പലരും പറയുന്നത്. മരുന്നിനും ചികിത്സയ്ക്കും മാത്രം വലിയ തുകയാണ് ചെലവാകുന്നത്. അതുകൊണ്ട് സാമൂഹിക സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന ആവശ്യം ഉയരുകയാണ്. ഇപ്പോൾ വരെ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതായി വ്യക്തമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഭാവിയിൽ പുതിയ ഉത്തരവോ പ്രഖ്യാപനമോ വന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ആശ്രയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള കേരള സർക്കാർ പദ്ധതികൾ, ക്ഷേമ പെൻഷൻ, റേഷൻ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവയുടെ ഔദ്യോഗിക അപ്ഡേറ്റുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ സർക്കാർ ഉത്തരവോ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് വന്നാൽ അതിന്റെ പൂർണ്ണ വിവരങ്ങളുമായി ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിലൂടെ എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.